ഹലോ, അപ്പം നമ്മൾ പട്ടായ സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ റൂമിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അവിടുന്ന് നമ്മളൊരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. പിന്നെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ഈ പഴുത്ത മാങ്ങ കണ്ടത്. തായ്ലൻഡിൽ പോകുന്നവർ അടുത്ത മാങ്ങ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ അതിൽ നമുക്ക് അവരൊരു മസാല ഇട്ട് തരുന്നുണ്ട്, അതും ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് നോക്കാൻ വേണ്ടി നടന്നു. അവർ നമുക്ക് സാമ്പിൾ കഴിച്ച് നോക്കാനൊക്കെ തരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നു. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ നോക്കിക്കൊണ്ട് നടന്നു. പിന്നെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ തന്നെ ഒരു സ്റ്റാൾ പോലെ ഒരു സംഭവം ഉണ്ടായിന്. അതിൻ്റെ അകത്തേക്ക് കയറി. ആദ്യം കുറേ ഐറ്റംസ് ഉണ്ടായിന്. എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല. ചോക്ലേറ്റ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടായിന്. സ്ട്രോബെറി, മാങ്ങയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിന്. പിന്നെ പൈനാപ്പിൾ, പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്ന് വിചാരിച്ചിന്. ഇത് കണ്ടില്ല, ഇതൊരു വലിയ പന്നീനെ കൊണ്ടുവച്ചതാണ്. ഇതിൽ നിന്ന് വേണ്ടത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു മാളുണ്ടായിന്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി. അവിടുന്ന് കുറച്ച് കറങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. മാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരുന്നു. നമ്മൾ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ബീച്ചാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് പട്ടായയിലെ ബീച്ച്. അത്യാവശ്യം വൈകുന്നേരം ആണെങ്കിലും അത്യാവശ്യം വെയിലുണ്ടായിന്. അതുകൊണ്ട് നമ്മളങ്ങനെ കടലിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഓരോ കാഴ്ചകളും കണ്ട് നടന്നുകൊണ്ടിരുന്നു. ഈ കാണുന്നതൊക്കെ മസാജ് സെൻ്ററാണ്. തായ്ലൻഡിൽ മസാജ് സെൻ്റർ ഒരുപാടുണ്ട്. ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട്. അപ്പോൾ തായ്ലൻഡിൽ നിന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതിന് ശേഷം നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് പിന്നെയും നടക്കാൻ തുടങ്ങി. അവിടെ എന്ന് വെച്ചാൽ ഈ നൈറ്റിലാണ് കൂടുതലും ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുന്നതും ആൾക്കാർ കൂടുതലുള്ളതും നൈറ്റിലാണ്. അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്നത്ര പട്ടായ സ്ട്രീറ്റൊക്കെ നടന്ന് കണ്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഏകദേശം രാത്രി ഒരു 10:30-11 മണിക്കുള്ളിൽ നമ്മൾ റൂമിലെത്തിന്.